ഹലോ, ഞാൻ സുനി സജയ് രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോട്ര, ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ കൃപയാൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. മക്കൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുയേശുവിൽ പ്രശസ്തരും ആകട്ടെ. ദീർഘായുസും പൂർണ്ണ ആരോഗ്യം കൊണ്ട് തൃപ്തി വരുത്തട്ടെ. സമ്പൽസമൃദ്ധിയെ നിറയ്ക്കട്ടെ. ഇതെല്ലാം തരാൻ മതിയായവൻ. ഇതെല്ലാം നമുക്ക് വേണ്ടി ചെയ്തിട്ടാട്ടോ ദൈവം നമ്മളെ സൃഷ്ടിച്ചേക്കണേ. ലോകത്തിൽ ഇതെല്ലാം ഉണ്ട്. ഇന്നാൾ ഞാനൊരു സുവിശേഷ പ്രസംഗത്തിൽ കേട്ട പോലെ നമ്മൾ ആരാന്ന് നമ്മൾ തിരിച്ചറിയാന്നിട്ട് നമ്മൾ ലോകത്തിൻ്റെ ടെൻഷനിലൊക്കെ പെട്ടിങ്ങനെ. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മകളാണ്. പിതാവ് ആ ധൂർത്തപുത്രൻ്റെ കഥയിൽ ബൈബിളിൽ പറയണല്ലേ, ധൂർത്തപുത്രൻ പോയിട്ട് സ്വത്തെല്ലാം മേടിച്ച് അപ്പൻ്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ അപ്പനെ വേണ്ട, ആ പൈസയെല്ലാം തീർന്നപ്പോൾ അപ്പൻ്റെ കാര്യങ്ങളിലേക്ക് ഓർത്തെ എൻ്റെ അപ്പൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ അവിടെ മൃഗങ്ങൾക്ക് കൊടുക്കണ ഫുഡ് കഴിച്ചാൽ മതി, ഇങ്ങനെയൊക്കെ ഓർത്ത് തിരിച്ചു വന്നപ്പോൾ അപ്പൻ മകനെ സ്വീകരിച്ചു, കെട്ടിപ്പിടിച്ച്. ഇങ്ങനെയൊക്കെ ആട്ടോ നമ്മുടെ കാര്യവും. നമ്മൾ ദൈവത്തിനെ എല്ലാം തന്ന് ദൈവത്തിനെ എന്തോരം ഓർക്കുന്നുണ്ട്. എന്തെങ്കിലും കഷ്ടപ്പാടും ദുരിതവും വരുമ്പോൾ അയ്യോ ദൈവമേ, എൻ്റെ അപ്പാ പിതാവേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അപ്പോഴും ദൈവത്തിന് ഒരു പ്രശ്നവുമില്ല. എവളെന്നെ ഓർത്തില്ലല്ലോ, നമ്മുടെ കുശുമ്പ് പോലെ ഒന്നും ഓർക്കൂല. ദൈവം നമ്മളെ ചങ്കോട് ചേർത്ത് വയ്ക്കും. അപ്പോൾ ദൈവം നമ്മളോട് ചോദിക്കണതാ. അപ്പോൾ ധൂർത്തപുത്രനെ അങ്ങനെ തിരിച്ചു വന്നപ്പം അവിടെ കൂടെ ഉണ്ടായിരുന്ന മോൻ ചോദിച്ചു, എല്ലാ സ്വത്തും കൊണ്ടേ നശിപ്പിച്ചിട്ട് മകൻ വന്നപ്പോൾ അങ്ങ് കെട്ടിപ്പിടിച്ചു. ഞാൻ എപ്പോഴും അങ്ങ് പറയണേ എല്ലാം കേട്ട് കൂടെ അറിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും തരാറുണ്ടോ? എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചു പൊളിക്കാൻ ഒരു പശുക്കിടാവിനെ അറുത്ത് കൊല്ലാൻ തന്നിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ചോദിച്ചില്ലേ. അപ്പോൾ പശു എന്നാണോ മൃഗം എന്താണെന്ന് എനിക്കറിയാൻ പറ്റോ, ഞാനിങ്ങനെ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ പറഞ്ഞു പിതാവ് പറഞ്ഞു, എനിക്കുള്ളതെല്ലാം നിൻ്റേതല്ലേന്ന്. അപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കണേ ഇങ്ങനെയാട്ടോ, എൻ്റെ എല്ലാം നിൻ്റെ അല്ലേ. എന്നോട് ദൈവം സംസാരിച്ച യഹോവ എനിക്ക് വേണ്ടി വലിയവ ചെയ്തു വച്ചിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ലോകത്ത് മനുഷ്യന് വേണ്ടതെല്ലാം കണ്ടിട്ട് നമുക്ക് വേണ്ടി ഇതെല്ലാം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാം. ഇതിപ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിക്കണേ കേട്ടോ. യാക്കോബ് 1:5-6. നിങ്ങളിൽ ഒരുത്തരും ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ യാചിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് ഇങ്ങനെ ദൈവത്തോട് ചോദിക്കണം എന്ന് കേട്ടോ അർത്ഥമുള്ളൂ. ആ ട്രാൻസ്ലേഷൻ്റെ ഒക്കെ വ്യത്യാസങ്ങൾ അതൊക്കെ. അപ്പം ഞാനിപ്പോൾ എന്നും ചോദിക്കേണ്ട, എനിക്ക് ബിസിനസ് ഇതുമെല്ലാം നന്നായിട്ട് നടത്തിക്കൊണ്ടു പോകാനുള്ള ജ്ഞാനം തന്നെ, ബുദ്ധി തന്നെ, സുബോധം തന്നെ, ക്ഷമ തരണേ, കരുണ, ദയ, സ്നേഹവും ഞാൻ നിന്നെ അണിയിക്കുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇതൊക്കെ മനുഷ്യനെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പിശാചിൻ്റെ സന്തതി, നമ്മൾ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നടക്കുമെങ്കിൽ ഓർത്ത് നമ്മൾ പിശാചിൻ്റെ സന്തതിയാണ്. ദൈവത്തിൻ്റെ സന്തതി എപ്പോഴും സമാധാനവും സ്വസ്ഥയും സമാധാനം ഉണ്ടാക്കുന്നവരെ ദൈവമക്കളെന്നറിയപ്പെടും. നമുക്കങ്ങനെയൊക്കെ വേണ്ടേ? അപ്പോൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നുള്ള ജ്ഞാനം സമ്പാദിക്കണം. അത് നമുക്ക് ഒത്തിരി ബുദ്ധിയും ജ്ഞാനം ദൈവം തരുന്ന ജ്ഞാനം കൊണ്ട് ശലോമോനൊക്കെ ഒന്ന് ഓർത്ത് നോക്കിക്കേ, അതൊക്കെ ചോദിച്ച് മേടിച്ചതാണ്. അപ്പം ജ്ഞാനമാണ് ഏറ്റവും അത്യാവശ്യം നമുക്ക് വേണ്ടത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ദൈവം നമുക്ക് ജ്ഞാനത്താൽ നമ്മളെ നിറയ്ക്കട്ടെ. അതോടുകൂടി സകലതും നമുക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ കാണാം ഹെയറിൻ്റെ. അപ്പോൾ മുടി കരാട്ടി, ഇതിപ്പോൾ എൻ്റെ മുടി ചെയ്തിട്ട് 1 വർഷത്തോളമായിട്ടോ കരാട്ടിൻ ചെയ്തിട്ട്. പക്ഷെ എന്നിട്ട് ആഫ്റ്റർ കെയർ ഞാൻ നന്നായിട്ട് യൂസ് ചെയ്യും കേട്ടോ. ആഫ്റ്റർ കെയർ യൂസ് ചെയ്ത് കഴിഞ്ഞ് മുടി ഇങ്ങനെ കഴുകി ഇങ്ങനെ ഞാൻ ഉണക്കണത് ഡ്രയർ വെച്ചാൽ. അതെന്നാ വെച്ചാൽ എനിക്കിങ്ങനെ മുടിക്ക് നല്ല ഉള്ളുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഉണങ്ങാണ്ടിരിക്കുമ്പോൾ കഴുത്തിന് വേദന ഇങ്ങനെ അനക്കാൻ പറ്റാണ്ട് ഒരു നീർക്കട്ടെ. അപ്പോൾ ഒത്തിരി കാലമായി ആഴ്ച 2 പ്രാവശ്യം തല കഴുകുള്ളൂ. അപ്പം തന്നെ ഡ്രയർ വെച്ച് ഉണക്കും. വലിയ ഒരു മുടി കഴുക്ക്. അപ്പോൾ അങ്ങനെ പക്ഷെ ഇങ്ങനെ കിടന്നോളും. അപ്പോൾ എനിക്ക് ഇപ്പോൾ ചെയ്യേണ്ട സമയമായി. ഒരു ഫങ്ഷൻ ചുമ്മാ നോക്കിയിട്ട് ഈ തലമുടി ചെയ്ത് ഉടനെ ഒട്ടിപ്പോവും. അപ്പോൾ എനിക്ക് മാത്രമേ ആ പ്രോബ്ലം ഉള്ളൂ കേട്ടോ. മിക്കവർക്കും കുഴപ്പമില്ല. എൻ്റെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കൂർത്തിരിക്കുക. തലയ്ക്ക് ഇങ്ങനെ ഒരു ഷേപ്പുണ്ട്. ഇവിടെ പരന്നിട്ടില്ല. ഇങ്ങനെ തേങ്ങയൊക്കെ ചുമക്കണമായിരുന്നു എല്ലാവരും എന്നെ കളിയാക്കണേ. വെള്ളം ചുമക്കണമായിരുന്നു, തേങ്ങ ഇവിടെ പരക്കാനെ ഇങ്ങനെ കൂർത്തിരിക്കണേ, അങ്ങനെ ഒരു പ്രോബ്ലം. അപ്പോൾ കുറച്ച് ദിവസത്തേക്കൊരു വിഷമം എനിക്ക്. അത് കാരണം ഒരു ഫങ്ഷനോടെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുക. പണ്ടേ ചെയ്യേണ്ടിയായി. അതിൻ്റേതായ ഇതുണ്ട് കേട്ടോ. എല്ലാവരും ചോദിക്കും മുഖത്തിന് ഏതാണ്ട് പോലെ ഇങ്ങനെയൊക്കെ ചെയ്യാറാകുമ്പോഴത്തേനും ആൾക്കാർ നമ്മളെ കണ്ട് ഏതാണ്ടൊക്കെ കംപ്ലയിൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും. മുടി ചെയ്ത് ഇങ്ങനെ സ്ഥിരമായിട്ട് 10-15 വർഷമായിട്ട്.
അപ്പോൾ ഈ മുടി ചെയ്തിട്ട് ആരുടെ മുടി പോകില്ല കേട്ടോ. ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളൊന്നും ചിന്തിക്കേണ്ട. കാരണം ഗെറ്റ് ടുഗദറിനൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ 10ാം ക്ലാസ്സിൽ പണ്ട് മുടി ഉള്ളിൽ നിന്നൊക്കെ കണ്ടിച്ച് കളയണ കാലമല്ലേ. അന്ന് മുടിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ചുരുണ്ടതായാലും നീണ്ടതായാലും ഇത്രയുമായിരുന്നു. എൻ്റെയൊക്കെ വിരലിങ്ങനെ കൂടുതലായിരുന്നേ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ക്ലിപ്പ് എൻ്റെ തലയിൽ ഇട്ടിട്ടില്ല. ഇപ്പോഴും ഇടാൻ പറ്റൂലെന്ന് തോന്നണില്ല. അപ്പോൾ അത്രയും മുടിയുള്ളവർക്ക് ഇപ്പോൾ റിയൂണിയന് ചെല്ലുമ്പോൾ എനിക്ക് മാത്രം മുടിയുള്ളൂ. അപ്പോൾ ഞാനൊരു 15 അല്ലെന്ന് തോന്നുന്നു 10-20 വർഷമായെന്ന് തോന്നുന്നു, 10-18 വർഷമായി എന്നാലും തലയിൽ ഇത് ചെയ്തു തുടങ്ങിയിട്ട്. എനിക്ക് ഒരിക്കലും മുടി ചെയ്തിട്ട് എൻ്റെ മുടി പോയിട്ടില്ല, അങ്ങനെ പോവില്ല. പിന്നെ നമ്മൾ അന്ന് മുതൽ എൻ്റെ തലയിൽ ചെയ്യണ പ്രൊഡക്റ്റ് തന്നെ ഇവിടെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യണത് നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ്, കരാട്ടിൻ്റെ പ്രീമിയം പ്രൊഡക്റ്റാണ്. കരാട്ടിൻ്റെ തന്നെയാണ് ഇത്. കരാട്ടിൻ പല പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ ഏറ്റവും പ്രീമിയവും ഏറ്റവും ഗുഡ് റിസൾട്ട് കിട്ടുന്നതുമാണ് നമ്മൾ എടുത്തേക്കണേ. എന്താ മുടിയിലൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ ചെയ്യണം, അല്ലെങ്കിൽ മുടി പോയി കഴിഞ്ഞാൽ നമുക്ക് സമാധാനം പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ തലയിൽ ഇടുമ്പോൾ നമുക്കിങ്ങനെ കൈകാര്യം ചെയ്ത് ഇങ്ങനെ നോക്കുമ്പോൾ പെർഫെക്റ്റ് ആക്കി. പിന്നെ ആഫ്റ്റർ കെയർ അതിൻ്റെ ഒരു വലിയ പ്രാധാന്യമുണ്ട് കേട്ടോ. നമ്മൾ ഇത് മുടി ചെയ്താലും ഇല്ലെങ്കിലും ഞാൻ പറയണേ ആഫ്റ്റർ കെയർ യൂസ് ചെയ്താൽ ഭയങ്കര നല്ലതാട്ടോ മുടിക്ക്. പിന്നെ എന്താ, പിന്നെ നമ്മൾ മുട്ട കഴിക്കുക, അത് വലിയൊരിതാണ്. ഇലക്കറി, മുട്ട, പിന്നെ മൾട്ടി വിറ്റാമിൻ ഇടയ്ക്കൊന്ന് ഫോളോ അപ്പ് ചെയ്യണം. കാരണം നമ്മുടെ ഫുഡ്, നമ്മുടെ ശ്രദ്ധക്കുറവിൻ്റെയൊക്കെ കാര്യം. പണ്ട് കാലത്തും ആൾക്കാർക്ക് ഒത്തിരി ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. പണ്ടത്തെ വല്യമ്മമാർക്കൊക്കെ മുടി ഇങ്ങനെ തുത്തുപോലെ ഇങ്ങനെ ഇച്ചിരിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് ഒത്തിരി പ്രോബ്ലങ്ങളുണ്ടായിരുന്നു. അന്നിപ്പോൾ അതൊന്നും വിറ്റാമിൻ കഴിക്കാനോ അന്നത്തെ അത്ര അഡ്വാൻസ്ഡൊന്നും അല്ലായിരുന്നല്ലോ. ഇപ്പോൾ നമുക്കൊത്തിരി സൗകര്യങ്ങളൂടെ ഇപ്പം നമ്മുടെ ഹെൽത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, പിന്നെ സന്തോഷിക്കുക. ടെൻഷനൊക്കെ വന്ന് നടക്കാണ്ട് ഒരു സമയം തക്കത്തി വിനിയോഗിച്ച് സന്തോഷിക്കാൻ ഒരവസരം കിട്ടണത് പോലും നഷ്ടപ്പെടുത്താണ്ട് എപ്പോഴും സന്തോഷിപ്പിൻ, എപ്പോഴും കർത്താവിൽ സന്തോഷിപ്പിൻ. അപ്പോൾ നമുക്കിനി വീഡിയോസ് കണ്ടാലോ മുടിയുടെ? ശരി. അത് ഈ മോക്കടെ ഹെയർ മേക്കോറിന് വന്നാട്ടോ 3ാമത്തെ തവണയാട്ടോ നമ്മുടെ അടുത്ത് തന്നെ വന്നെ. ഒത്തിരി അകലെയെന്ന വന്നെ. 8 മണിക്ക് വിളിച്ചു. ഞാൻ ഓരോ ദിവസം സമയം വിളിക്കുക, ബ്ലോക്കിൽ. അതായത് പറഞ്ഞാൽ ഇപ്പോൾ 2 മണിയായപ്പോൾ ലാൻഡ് ചെയ്തോളൂ. ദേ മുടി കാണാവേ. 3 പ്രാവശ്യം ചെയ്തതാണ്. 1 വർഷമായി. കൊച്ചു എല്ലാ തവണയും പുറത്താണ്, അപ്പോൾ വരുമ്പോൾ ചെയ്യണതാണ്. അപ്പോൾ ഇതാണ് ഇതുണ്ടോ, വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് നല്ല ആഫ്റ്റർ കെയർ ഒക്കെ അതുപോലെ യൂസ് ചെയ്യണ്ടല്ലേ. അയ്യോ, അത് പിടിച്ചാൽ അറിയാം കേട്ടോ, ഭയങ്കര സോഫ്റ്റാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ മുടി പിടിക്കുമ്പോൾ മുടി നമ്മളോട് സംസാരിക്കും. ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ചെയ്യാത്തവരെ വഴക്ക് പറയും. ദൈവമേ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഇതിൻ്റെ ഗുഡ് റിസൾട്ട് കിട്ടിയിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഇത് നീ ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ അടിപൊളി റിസൾട്ട് കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മക്കളുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഇങ്ങനെയുണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട 3 വർഷമായിട്ട് ഞങ്ങളെ കാണാൻ തുടങ്ങി. തൃശ്ശൂരിൽ നിന്ന്, അതെ, തൃശ്ശൂരിൽ നിന്ന് അപ്പുറം ഇതുണ്ട്. അപ്പം നിങ്ങളവിടെ തൃശ്ശൂർ ഒരിടത്തുമില്ലേ. 100 പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്കത് കംഫർട്ടാണ്. ചെയ്തിട്ട് റിസൾട്ട് നല്ലതാണെങ്കിൽ ആൾക്കാർ അങ്ങനെ തൃശ്ശൂരും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജനം വന്നിട്ട് മുടി ചെയ്യാൻ. അപ്പോൾ ഇഷ്ടപ്പെട്ടല്ലേ? കണ്ടോ അടി പണ്ട് വന്നപ്പോൾ ഇത് ഇച്ചിരി വെട്ടാൻ പോവാ. പണ്ട് ഈ മുടിക്ക് ഒട്ടും തിക്നെസ്സില്ലായിരുന്നു. ഈ മാല അതിൻ്റെ വേണ്ട. ഇപ്പം ഇവിടെ ഒക്കെ നോക്കിക്കേ, നല്ല തിക്കായി. ആഫ്റ്റർ കെയർ ഒക്കെ കുറേ മേടിച്ചോണ്ട് കൊണ്ടാ ശാന്തി അങ്ങ് പോകുമ്പോൾ. അപ്പോൾ ഇതൊക്കെ പണ്ടത്തെ മുടിയുടെയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ തിക്നെസ്സിന് ഡ്രിം ചെയ്ത് തിക്കായിക്കോളും. ഇവിടുത്തെ മുടി നന്നായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട് മുടി. അപ്പോൾ ഇനി നമുക്ക് മുടി ഉണ്ടാകും. ഇത് ചെയ്താൽ മുടി ഉണ്ടാവുകയും ചെയ്യും. ആഫ്റ്റർ കെയർ യൂസ് ചെയ്യണം. മൾട്ടി വിറ്റാമിൻ ഞാൻ പറയുന്നത് മുടിക്ക് പൊട്ടലുണ്ട്, എന്തോ വിറ്റാമിൻ കുറവുണ്ട്. മിക്കതും കഴിക്കേണ്ടതാണ്. ഏതാണെന്ന് എനിക്കറിയാൻ പാടില്ല, ഏതോ ഒരു കുറവുണ്ട്. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാൻ നിങ്ങൾ വരിക. നമുക്കത് ഭയങ്കര കംഫോർട്ടാണ്. നമുക്ക് മുടി ചെയ്തിട്ട് നമുക്ക് മേക്കപ്പ് 90% പിന്നെ ഒന്ന് ഒരു ഇച്ചിരി ലിപ്സ്റ്റിക്കും കണ്ണു കഴിഞ്ഞാൽ ഓക്കെ ആയി. നമുക്ക് കോൺഫിഡൻസും കൂടും എവിടെ പോകുമ്പോഴും ഒക്കെ. അപ്പോൾ എല്ലാവരും രേവതി ബ്യൂട്ടി പാർലർ സന്ദർശിക്കൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. ഹെയറിൻ്റെ സ്റ്റൈലും ഇതൊക്കെ ഇങ്ങനെയാണ്. മൊത്തം ഞാനിപ്പോൾ കണ്ടിട്ടില്ല. മുടിയൊക്കെ ഇങ്ങനെ പൊട്ടി. അതിപ്പോൾ നമ്മുടെ മുടി പൊട്ടുമ്പോഴാണ് നിങ്ങൾ എപ്പോഴും ഓർക്കട്ടോ, ഹെയർ മേക്ക് ഓവറിന് വന്നത് പല്ല് പൊട്ടുമ്പോൾ നമ്മൾ കമ്പിയിടും, ക്യാപ്പിടും. ക്യാപ്പിടും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഹെയർ പൊട്ടിയ ഹെയറും കംപ്ലൈൻ്റ് ഉള്ള ഹെയറുമായിട്ട് ഈ മുടി ട്രീറ്റ് ചെയ്യേണ്ടത്. നല്ല സിൽക്കി ഹെയർ, ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത ന്യൂജൻ പിള്ളേരൊന്നും ഹെയർ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനത്തെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതിനൊട്ടും മുടിയെന്ന് കാണാം, പക്ഷെ ആവശ്യത്തിന് മുടിയൊക്കെ ഉണ്ട്. ഇതാണ് ഈ മുടിയുടെ ഇത്.
പക്ഷേ ഇത് ചെയ്ത് കഴിയുമ്പോൾ അതിമനോഹരമാകും കേട്ടോ. പിന്നെ ഭയങ്കര ടെൻഷൻ, ഒട്ടും മുടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട്. ആ മുടിയൊന്നുമല്ല ഇതിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ ഇതാണ് മുടി. ഇതിപ്പോൾ മേലോട്ട് കെട്ടി വെച്ചിട്ടാണ് ഈ മുടി നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ദൈവകൃപയാൽ ഇത് നന്നായിക്കോളും. അപ്പോൾ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ച കാണാം കേട്ടോ. കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിക് ബയോടാനിക്സ് ആട്ടോ ചെയ്യാൻ പോണേ. ഈ മുടികൾക്ക് കരാട്ടിനേ പറ്റുള്ളൂ. കാരണം പൊട്ടലുണ്ട്, ഡ്രൈനെസ് ഉണ്ട്, വൈറ്റ് ഹെയർ ഉണ്ട്, ഇങ്ങനെ കളർ ചെയ്യണയൊക്കെ മുടിക്ക് കരാട്ടിനേ പറ്റുള്ളൂ. മറ്റൊരു ഒത്തിരി ഫ്രസ്സി ആയി പോകും. ഫ്രഷ്നെസ് കുറയ്ക്കുക. കരാട്ടിൻ ഒത്തിരി സോഫ്റ്റ് ആക്കും മുടി. നമുക്ക് ഹെയർ സിറം പോലും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ മുടി ഇങ്ങനെ ഒഴുകി കിടക്കും. അപ്പോൾ ഇതിൻ്റെ യേശുവിൻ്റെ കൃപയിൽ അതിമനോഹരമായ റിസൾട്ട് കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മക്കളുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് എന്തൊരു ടെൻഷനായിരുന്നു. മുടിയില്ല. ഞാൻ പറയുന്നത് ഇപ്പം മുടിക്കൊക്കെ ഉള്ളില്ല. ഇങ്ങോട്ട് നോക്കിക്കേ, ഈ മുടിക്ക് എവിടെയും ഉള്ളില്ലാത്ത ഇത്രയും മുടിയൊക്കെ എല്ലാവർക്കും ഉള്ളൂ എന്ന് പറഞ്ഞു. പണ്ടത്തെ പനങ്കൊലി ആർക്കും ഒന്നുമില്ല, ഇപ്പം ഇത്രയൊക്കെ മുടിയുള്ളൂ. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ പുറകിൽ നോക്കി എന്ത് പ്രായം കുറവാണ്. ഞാൻ പറഞ്ഞു ഫ്രണ്ടിൽ നിന്ന് അതൊക്കെ മുഖം കാണിക്കുമല്ലോ, അതിന് വേറെ കാശ് വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറയാം പണ്ടത്തെ മുടിയിൽ എന്ന് പറയുമ്പോൾ പനങ്കൊലയൊക്കെ പണ്ടാണെന്ന് പറഞ്ഞ പോലെ ചേച്ചിക്കുണ്ടല്ലോ കേൾക്കുന്നു. ഈ മുടി ആഫ്റ്റർ കെയർ യൂസ് ചെയ്ത് മൾട്ടി വിറ്റാമിനും കഴിച്ച് മുട്ട ഇലക്കറിയൊക്കെ കഴിച്ച് ആരോഗ്യം നോക്കുവാണെങ്കിൽ ഈ മുടി നീണ്ടിപ്പൊട്ടങ്ങനെ എത്തും. കാരണം 5-6 വർഷമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇങ്ങനെ നേരെ. അപ്പോൾ നമുക്ക് ആ ഡിഫറൻസ് അറിയാം. ഇങ്ങനെ ഉണ്ടായി വരുന്നത് നല്ല തിക്കിലായിരിക്കും. അപ്പോൾ ഇത് പണ്ട് ചെയ്ത മുടി ഇങ്ങനെ എല്ലൂമ്പിയിരിക്കും. ഇത് നല്ല തിക്കിലിങ്ങനെ വരും. അപ്പോൾ നമുക്ക് ആ ഉള്ളിൻ്റെ വ്യത്യാസം അറിയാം. എൻ്റെ മുടിക്ക് എപ്പോഴും മേളിലും താഴെ ഒരേ ഉള്ള ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് അറിയാൻ പറ്റും. നല്ല തിക്കിലിന് വരും. അപ്പോൾ അടുത്ത തവണ വരുമ്പോൾ കൊച്ചിൻ്റെ തിക്നെസ്സൊക്കെ വ്യത്യാസം ഞാൻ കാണിച്ചിട്ടാണ്. 1 വർഷം കഴിഞ്ഞിട്ട് കേട്ടോ. മൊത്തം പേടിയാ. വീട്ടിൽ ചെല്ലുമ്പോൾ എന്ത് പറയും എന്നൊക്കെ. വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്നും പറയാൻ പോകില്ല. എല്ലാം അധികം അവർ ഭയങ്കര ടെൻഷൻ അടിച്ചു വന്നേക്കണം. യേശുവിൻ്റെ നമുക്ക് ടെൻഷനൊക്കെ പോട്ടെ. അപ്പോൾ ചെയ്തൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടല്ലോ. അതൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. വലിയ സന്തോഷമാണ്. മുടിയിലൊക്കെ എപ്പോഴും പിടിക്കേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ മറ്റുള്ളവർ എന്ത് പറയുമോ, ഞാൻ പറഞ്ഞു എല്ലാവരും എന്തെങ്കിലും പറഞ്ഞാൽ പറയുക. എൻ്റെ ഒരു ആഗ്രഹമാണ് മുടി ഒരു പ്രാവശ്യം ഒന്ന് ചെയ്യണമെന്ന്. അത് കാരണം ചെയ്തു എന്നൊക്കെ പറഞ്ഞേച്ചാൽ മതി. പിന്നെ ആരും ഒന്നും പറയില്ല. ചിലർക്കുണ്ട് ഇങ്ങനെ കിള്ളി ചോദിക്കണം. ചില നമ്മുടെ നാട്ടുപുറത്തൊക്കെ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലൊരു ഇത് അവനോട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ചെയ്യാനും പറ്റില്ല. അപ്പോൾ മറ്റുള്ളവർ ചെയ്യുമ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ ആഗ്രഹമല്ലേ. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ചെയ്തു. അപ്പോൾ യേശുവിൻ്റെ എത്രയും മനോഹരമായി. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ളവരെല്ലാം പോലെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മുടിക്ക് തിക്നെസ്സും വന്ന് മുടി നീണ്ടില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ വേണ്ട. ഞാൻ പറഞ്ഞ എല്ലാ ഗുണവും കിട്ടിയില്ലെങ്കിൽ പിന്നെ വലിയ വേണ്ട ഇങ്ങോട്ട്. ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ശരിയെന്ന്. ഈ മക്കളുടെ ഹെയർ മേക്കറെന്ന് വന്നാണ്. അപ്പോൾ മുടി ഒന്ന് നോക്കാം കേട്ടോ. ഈ മുടി നേരത്തെ ട്രീറ്റ് ചെയ്തിട്ടുള്ളതാണോ? എങ്ങനെ ട്രീറ്റ് ചെയ്ത്? കരാട്ടിന് 2 വർഷം മുമ്പ് ട്രീറ്റ് ചെയ്ത ഇത് കരാട്ടിനാണെന്ന് അറിയാൻ പാടായിരിക്കും. ബോട്ടോസാണ് ചെയ്തത്. നമ്മൾ ബോട്ടോസ് അല്ല ചെയ്യണം. നമ്മൾ കൊറോണയ്ക്ക് മുമ്പൊക്കെ ബോട്ടോസായിരുന്നു. എനിക്ക് പുതിയ പ്രൊഡക്റ്റ് വരുമ്പോൾ വലിയ ഇഷ്ടമാണ്. നല്ല ബ്രാൻഡ് കമ്പനി. അപ്പോൾ ബോട്ടോസ് കഴിഞ്ഞ് നമ്മൾ നാനോപ്ലാസ്റ്റി ചെയ്തു. നാനോപ്ലാസ്റ്റിയെ ചെയ്തപ്പോഴും ബോട്ടോസിൽ എനിക്ക് അത്ര റിസൾട്ട് ബെറ്റർ ആകാനായിട്ട് നാനോപ്ലാസ്റ്റിയായിട്ട് കിടന്നത്. അതിനേക്കാളും റിസൾട്ട് എനിക്ക് ബയോട്രാൻസി നോക്കി. നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്രാൻസ്. അപ്പോഴാണ് നമ്മളിത് ഇനി ഇത് തന്നെ കണ്ടിന്യൂ അല്ല. ഇതിലും നല്ല പ്രൊഡക്റ്റ് ഇറങ്ങി എൻ്റെ വില പരീക്ഷിച്ചിട്ട് ഇപ്പോൾ ഇതാണ് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത്. അതാട്ടോ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്രാൻസ്. നല്ല പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് വേറെയൊക്കെ കരാട്ടിൻ ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നും. ഈ മുടി യേശുവിൻ്റെ കൃപയാൽ കരാട്ടിൻ ചെയ്തിട്ട് ഉള്ള കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്ത് കണ്ട്. ഇവിടെയൊക്കെ ഡ്രസ്സ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കരാട്ടിൻ്റെ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണ്. ഓൾറെഡി സ്ട്രൈറ്റ് കെയറാണ്. എൻ്റെ ഇങ്ങനെയൊക്കെയാണ് സ്ട്രൈറ്റ് കെയറാണ് ഓൾറെഡി. വലിയ വളർന്നൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ യേശുവിൻ്റെ കൃപയിൽ അതിമനോഹരമായ റിസൾട്ട് കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മക്കളെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് നമുക്ക് ഹെയർ ഒന്ന് കാണാതെ. കരാട്ടിൻ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ സ്ട്രൈറ്റ് ഒക്കെ ആവുമെങ്കിലും നമ്മൾ ഒന്നൊന്നേ തൊടാണ്ട് ഇങ്ങനെ വടി പോലെ ആകാണ്ടിരിക്കുക. നാച്ചുറൽ സ്ട്രൈറ്റ് ഹെയർ. ഇതിൽ നാച്ചുറൽ സ്ട്രൈറ്റ് ഹെയർ അല്ലായിരുന്നോ? നാച്ചുറൽ ഇത് സ്ട്രൈറ്റ് ഹെയർ തന്നെയാണ്. പക്ഷെ ഒന്നൊന്നീ തൊടാണ്ടൊക്കെ ഇങ്ങനെ മുടികൾ കിടക്കും. അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് കിടക്കും. ഇങ്ങനെയുണ്ടപ്പോൾ ചെയ്തിട്ട് അപ്പോൾ ഇങ്ങനെ ഇത് കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്രാൻസ് ആണ് ചെയ്തേക്കണേ. ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാം ബ്യൂട്ടി പാർലർ സന്ദർശിക്കുക. യേശുവിൻ്റെ കൃപയായത് കണ്ടല്ലോ. ഇതിന് പിന്നെ അങ്ങനെ ഒട്ടലൊന്നുമില്ല. ഇവിടെ നല്ല പരപ്പുള്ളതായത് കാരണം ഫ്രണ്ടിന് അങ്ങനെ ചേഞ്ചില്ല. ഇങ്ങനെ ഇവിടെയൊക്കെ വലിയ ചേഞ്ചില്ല.
ഒട്ടൂല ഇവിടെയൊക്കെ എനിക്കൊക്കെ ഞാനിങ്ങനെ ഒതുങ്ങി കിടക്കണം കുറച്ച് ദിവസത്തേക്ക് ഒരു പക്ഷേ ഇതിലും ഭംഗിയായിരിക്കും ഒരു 2 ആഴ്ച 1 മാസമൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് കെയർ ചെയ്ത് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞ് എൻ്റെ നോട്ടത്തിൽ ഏറ്റവും ബെറ്റർ. ഇനി എൻ്റെ തലയുടെ ഷേപ്പിൻ്റെ ആണെന്ന് പറഞ്ഞുവിടാം. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് വായോ. ഇത് ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. എൻ്റെ ഫ്രണ്ടാട്ടോ വീഡിയോ പിടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ ബലമായിട്ട് പിടിച്ചേക്കണ. പേരൊന്നും പറയണ്ട, അപ്പോൾ പിന്നെ അറിയില്ലോ. പണ്ട് ഇങ്ങനെ ഈ കൊച്ചിനെ പേരറിയാണ്ട് വരുവാ. വളരെ മല തിക്കായിട്ട് എപ്പോഴും തിക്ക് മുടിയാട്ടോ ഇങ്ങനെ കിടക്കുമായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ പഠിക്കുന്ന കാലത്തെ കോളേജ് ബ്യൂട്ടി ആട്ടോ. മുഖം കാണിക്കാനുള്ള അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യം മുഖം കാണിക്കാൻ എപ്പോഴും സുന്ദരിക്കോതെ മോളെയൊക്കെ കെട്ടിച്ച് കൊച്ചുമൊക്കെ ഉണ്ട്. പക്ഷേ കണ്ട ഈ മുടിയുടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ വല്ലൊരു കല്യാണം ആലോചിച്ചു തോന്നുന്നു എനിക്ക് വേണ്ടി. പിന്നെ ആകെ പ്രോബ്ലം കൂടി നമുക്കൊരു പ്രായമാകുമ്പോൾ പൊട്ടൂലേ, അപ്പോൾ നാനോപ്ലാസ്റ്റി ചെയ്യാന്നുള്ളതാണ്. വേറെ ഈ മുടി അതിമനോഹരമാണ്, തിക്കുണ്ട്. പക്ഷെ ഒരു ഇതാകുമ്പോൾ നമുക്കുടെ മുടി പല്ല് പൊട്ടും, ക്യാപ്പിടുന്ന പോലെ തന്നെ മുടി പൊട്ടണം, അത്ര മാത്രം. അതിന് നാനോപ്ലാസ്റ്റി ചെയ്ത് നമുക്കിങ്ങനെ പൂടമുടിയൊക്കെ വരുമ്പോൾ നമുക്കുടെ സ്റ്റൈൽ മാറും. ഇനി സ്റ്റൈൽ മന്നത്തിയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയല്ലേ, മക്കൾക്കൊരു പ്രായമാകുമ്പോഴല്ലേ നമ്മൾ സ്റ്റൈൽ ചില്ലാകണേ. അപ്പം അങ്ങനെ ആകാം. ശരി എന്നാൽ യേശുവിൻ്റെ കൃപയിൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ 4 മണിക്കൂർ വെയിറ്റ് ചെയ്യും. ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് കരാട്ടി നാനോപ്ലാസ്റ്റി ആട്ടോ ചെയ്ത് ആശാത്തി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പറയുക എൻ്റെ മുടിക്ക് എനിക്ക് ഒട്ടും നിവരുണ്ട്, എനിക്ക് പഴയ ചുളിവ് വേണമെന്ന്. ഞാൻ ഒരു കരാട്ടി കഴുകി പൊക്കോളൂലോ. അടിയൊക്കെ വടി പോലെ കിടക്കുന്നത് യേശുവിൻ്റെ കൃപയാൽ അടിയിലൊക്കെ ഒരു നാച്ചുറൽ ലുക്കിൽ ഒരു ചെറിയ വളവുണ്ട്. ആശാത്തിക്ക് ചെയ്ത് പകുതി കഴിയുമ്പോൾ പറയാ അയ്യോ എൻ്റെ ഒത്തിരി നിവരരുത് കേട്ടോ. അങ്ങനെ ഒരു നാച്ചുറൽ ലുക്കിലാണ് വന്നേക്കണത്. പിന്നെ മുടിക്കൊക്കെ ഉള്ളുള്ള മുടിയാട്ടോ, നല്ല ഭംഗിയിൽ കിടക്കണുണ്ടോ. ഇനി ആഫ്റ്റർ കെയറോട് യൂസ് ചെയ്യുമ്പോൾ 40 മാസാട്ടോ കരാട്ടിൻ നാനോപ്ലാസ്റ്റിയ. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ കഴിപ്പോവും, വാഷ് ഔട്ട് ആട്ടോ. ഇതിന് തന്നെ മുടിക്ക് ചേഞ്ച് വരത്തില്ല. ഇതൊരു കവറിങ്ങാണ്, ഓരോ വാഷിനും ഇങ്ങനെ കഴുകിപ്പോവും. പക്ഷെ കളർ ചെയ്യണം മുടിക്ക് ഫ്രസി കെയറിനൊക്കെ മുടി ഒത്തിരി സോഫ്റ്റായി, ഭയങ്കര സോഫ്റ്റായി. ഇങ്ങനെ ഇനി പിടിച്ചാൽ മതി. ഇനി ഷാമ്പും ഇതും സിറോക്കയും കൂടെ യൂസ് ചെയ്യുമ്പോൾ ആഫ്റ്റർ കെയറോട് യൂസ് ചെയ്യുമ്പോൾ ഒഴുകി കിടന്നോളും. മുടിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഈ കരാട്ടിൻ ചെയ്താൽ മുടി ഇങ്ങനെ ഒഴുകി കിടക്കും. അപ്പോൾ നമുക്ക് ആ ഫ്രഷ്നെസ് എല്ലാം മാറുമ്പോൾ തന്നെ മുടി മെയിൻറ്റെയിൻ ചെയ്യാൻ കൈവറിൽ എപ്പോഴും ഇങ്ങനെ മുടിയായിരിക്കും. നമുക്കതൊരു പിന്നെ തലേന്ന് കൈയെടുക്കാൻ തോന്നുന്നില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അതൊരു ഭയങ്കര രസമായിട്ട് കിടക്കും. അടിപൊളിയല്ലേ നോക്കിയേ. യേശുവിൻ്റെ കൃപയ പരസ്യത്തിന് വല്ലണ മുടിയായില്ലേ നോക്കിയത് കണ്ട, സൂപ്പറായില്ലേ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു എന്ന് പറയില്ല, ഇന്ന് പറഞ്ഞാൽ ഞാനേ ആദ്യമായിട്ടാ ചെയ്യട്ടെ. ഇഷ്ടപ്പെട്ടു എന്നാ പക്ഷെ പറഞ്ഞേ. പക്ഷേ ചുളിവെന്ന് പറഞ്ഞാൽ പണ്ടൊരു കൊച്ചിങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഹെയർ ലൈസിങ്ങാ. പിറ്റേ ദിവസം വന്നേക്കുവാ എൻ്റെ മുടി ചുരുട്ടി താങ്ങുമ്പോൾ പിന്നെ ചുറ്റാൻ പറ്റുമോ? ഇത് പിന്നെ കുറേ കഴിയുമ്പോൾ നോർമലാവും. എന്നിട്ട് പിന്നെ ഇപ്പം അത് അമേരിക്കയിലാട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പാശ്ചാത്യം എപ്പോഴും സ്ട്രൈറ്റൻ ചെയ്തു നടക്കും കേട്ടോ. അമ്മ നൂല് കൊടുക്കുമെന്ന് കണ്ടിട്ട് ഈ ചുരുണ്ട മുടി ഇങ്ങനെ ഇരുന്നപ്പോൾ നിവർന്നപ്പേ അമ്മ കാര്യം എനിക്ക് ചുറ്റിക്കണം എന്ന് പറഞ്ഞു വന്ന പോലെ ആശാത്തി എനിക്ക് ചുറ്റണമെന്ന് പകുതിയായപ്പോൾ പറഞ്ഞ ആളാണേ. അപ്പോൾ ശരി എന്നാൽ.